ये बीजेपी वाला क्वेश्चन है, ये पत्रकार का सवाल। पहले ही ओपनिंग बॉल बीजेपी क्वेश्चन। वेरी गुड, शाबाश। ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നടന്ന വാർത്താ സമ്മേളനം സംയുക്ത വാർത്താ സമ്മേളനമാണ്. പങ്കെടുക്കുന്നത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു, താങ്കൾ അമേത്തിയിൽ മത്സരിക്കുമോ എന്ന്. ആ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടിയും നൽകുന്നുണ്ട്. ബി.ജെ.പിക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകനെ ആദ്യം കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, അക്കാര്യം തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഒരു ഘടനയുണ്ട്, അതിൽ നിന്ന് തീരുമാനം വരേണ്ടതുണ്ട് എന്നും അദ്ദേഹം നിഷേധിക്കുന്നില്ല. അമേത്തിയിൽ ഇത്തവണ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. അമേത്തിയിൽ ഇത്തവണ മത്സരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന കൃത്യമായ മറുപടി നൽകുന്നു. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും എന്ന സൂചനയും അദ്ദേഹം മറുപടിയിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അമേത്തിയിൽ മത്സരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി തള്ളിക്കളയുന്നില്ല. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും എന്ന സൂചനയും നൽകുന്നു. മാധ്യമപ്രവർത്തകന്റെ ചോദ്യവും അദ്ദേഹത്തിന്റെ മറുപടിയും രാഹുൽ ഗാന്ധിയുടെ മറുപടിയും നമുക്കൊന്ന് കേൾക്കാം. कि लोग तो गुजरात छोड़कर पीएम बनने के लिए बनारस आते हैं, आप बाय नाइट चले गए, तो क्या अमेठी या रायबरेली से आप लड़ेंगे? ये बीजेपी वाला क्वेश्चन है, ये पत्रकार का सवाल। पहले ही ओपनिंग बॉल बीजेपी क्वेश्चन। वेरी गुड, शाबाश। देखिए, अमेठी की बात कांग्रेस का डिसीजन है। जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा। सीईसी मीटिंग हमारी पार्टी में सीईसी मीटिंग्स में ये डिसीजन लिए जाते हैं. बट पहला बीजेपी का क्वेश्चन, गुड क्वेश्चन, थैंक यू. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ 2019 അദ്ദേഹം അമേത്തിയിൽ മത്സരിച്ചിരുന്നു. അമേത്തിയോടൊപ്പം അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു. വയനാട്ടിൽ അദ്ദേഹം ജയിച്ചത് 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അമേത്തിയിൽ പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടത് സ്മൃതി ഇറാനിയോടാണ്. 40,000-ലേറെ വോട്ടിന്റെ വ്യത്യാസമുണ്ട് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിയും തമ്മിൽ. അവിടെ പരാജയപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും വയനാട്ടിന്റെ MP ആയി രാഹുൽ ഗാന്ധി മാറി. എന്നാൽ ഇത്തവണ അദ്ദേഹം അമേത്തിയിൽ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. മത്സരിക്കണം എന്ന ആവശ്യം പ്രാദേശിക നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരുന്നു. ആ 2 സീറ്റിൽ എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ നെഹ്റു കുടുംബം പരമ്പരാഗതമായി മത്സരിക്കുന്ന 2 സീറ്റ്, അത് അമേത്തിയും മറ്റൊന്ന് റായ്ബറേലിയുമാണ്. ഈ 2 സീറ്റിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. നീട്ടിക്കൊണ്ടുപോവുകയാണ്. വയനാട്ടിൽ അദ്ദേഹം നോമിനേഷൻ നൽകിയിട്ടുണ്ട്. 26-നാണ് വോട്ടെടുപ്പ്. അതിനുശേഷം അമേത്തിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും. അമേത്തിയിൽ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നു എന്ന അപവാദം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമേത്തിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്ന വിവരമാണ് വരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നു. എന്നാൽ റായ്ബറേലിയിൽ ആര് മത്സരിക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം എന്നാണ് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുന്നത്. പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെടുക മാത്രമല്ല, അമേത്തിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം, അതല്ലെങ്കിൽ ഉത്തർപ്രദേശ് ഘടകം തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ ഹൃദയഭൂമിയായ കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന UP, ഇപ്പോൾ UP പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന്. അവസാന തുരുത്താണ് ഈ 2 സീറ്റുകൾ. ആ 2 സീറ്റുകളും നഷ്ടപ്പെടരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അമേത്തിയിൽ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കണമെന്നും രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അവിടെ വിജയ സാധ്യത ഉണ്ട് എന്നുമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതനുസരിച്ചുള്ള റിപ്പോർട്ടുകളാണ് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്നത്. എന്നാൽ റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവിടെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര രംഗത്ത് വന്നിട്ടുണ്ട്. സീറ്റ് റോബർട്ട് വധേരയ്ക്ക് കൊടുക്കാനാണ് സാധ്യത എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അമേത്തി, അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ അമേത്തിയിൽ ജയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ചോദ്യവും ഉയർന്നു. അമേത്തിയിൽ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനിക്കെതിരെ 40,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അത് മറികടക്കാൻ കഴിയും ഇത്തവണ എന്നാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ SP സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അടക്കമുള്ളവർ പറയുന്നത്, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളും പറയുന്നത്. ഒറ്റക്കെട്ടായി നിന്നാൽ അമേത്തിയിൽ സ്മൃതി ഇറാനിയെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് സീറ്റ് നിലനിർത്തും എന്ന ചോദ്യമാണ് ഉയരുന്നത്.
വയനാട് നിലനിർത്തുമോ അതല്ല അമേത്തി നിലനിർത്തുമോ? ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വളരണം. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഇപ്പോൾ പൂർണ്ണമായി ക്ഷയിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ്, ഒരു തിരിച്ചുവരവ് അത് ഉണ്ടാകണമെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യണം. ഉത്തരേന്ത്യയിൽ മത്സരിച്ചു ജയിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് BJPയോട് നേരിട്ട് പോരാടി ജയിക്കുക എന്നൊരു രാഷ്ട്രീയവും കൂടിയുണ്ട് അതിൽ. അതല്ലാതെ അദ്ദേഹം തെക്കേ ഇന്ത്യയിലേക്ക്, വയനാട്ടിലേക്ക്, മുസ്ലിം ലീഗിന്റെ തട്ടകത്തിലേക്ക് ഒളിച്ചോടി എന്ന വ്യാപകമായ പ്രചാരണം ഉത്തരേന്ത്യയിൽ BJP നടത്തുന്നുണ്ട്. സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോപ്പുലർ ഫണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എന്ന ആരോപണമാണ് ഇതിനകം തന്നെ സ്മൃതി ഇറാനി ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പതാക വേണ്ട എന്ന് വെച്ചിരുന്നു. അതൊരു ക്യാമ്പയിനായി ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഉയർത്തരുത് എന്നതുകൊണ്ടാണ് അത്തരം ഒരു നീക്കം നടത്തിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അത് എന്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. BJPയെ ഭയക്കുന്നു രാഹുൽ ഗാന്ധി, BJPയെ ഭയക്കുന്നു കോൺഗ്രസ് എന്ന ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൽ യാഥാർത്ഥ്യവുമുണ്ട്. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയാണ്. മുസ്ലിം ലീഗ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നിയമാനുസരണം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിക്ക് എന്ന ചോദ്യമാണ് ഉയർന്നത്. അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. സ്വാഭാവികമായും ഹിന്ദി ബെൽറ്റിൽ അദ്ദേഹം മത്സരിക്കുന്നു, അമേത്തിയിൽ മത്സരിക്കുന്നു. അവിടെ ജയിച്ചാൽ അദ്ദേഹം കൈവിടുക വയനാട് സീറ്റായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. വയനാട് അദ്ദേഹം രാജിവെക്കും. അങ്ങനെ രാജിവെച്ചാൽ അവിടെ ഒരു ബൈ ഇലക്ഷൻ വരും. സ്വാഭാവികമായും വയനാട് മണ്ഡലത്തിൽ അത് ചർച്ചയായി മാറാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് റായ്ബറേലിയിലും അമേത്തിയിലെയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന വാർത്തയാണ് ദില്ലിയിൽ നിന്നും പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോഴത്തെ വിവരമനുസരിച്ച്, രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അനുസരിച്ച് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും. അമേത്തിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും. അവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒറ്റക്കെട്ടായി മത്സരിച്ചാൽ അവിടെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്താൻ കഴിയും. അങ്ങനെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തി രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ ജയിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന് അത് ശക്തി പകരും എന്ന കാര്യത്തിലും സംശയമേയില്ല. അത് മറ്റു രാഷ്ട്രീയവും കൂടി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ BJPക്ക് എതിരെയുള്ള വിജയമായി, BJPയോട് നേർക്കുനേർ പോരാടി വിജയിക്കുന്ന ആളായി രാഹുൽ ഗാന്ധി മാറും. അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിമറിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും രാജിവെക്കുക വയനാടാണ്. വയനാട് മണ്ഡലത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു ബൈ ഇലക്ഷൻ വരും എന്ന കാര്യത്തിലും തീരെ സംശയമില്ല. അത് കേരളത്തിൽ മറ്റൊരു വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും ദില്ലിയിൽ നിന്ന് ഉറച്ച വാർത്തകൾ വരുന്നു. രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കും എന്നത് തന്നെയാണ് പ്രാദേശിക നേതൃത്വം. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം വലിയ തോതിൽ കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേത്തിയിലും റായ്ബറയിലും മത്സരിക്കണമെന്ന്. അതുതന്നെയാണ് സംഭവിക്കാൻ സാധ്യത എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ.